ഹലോ സാറേ, അത്ര നല്ലതല്ലാത്തൊരു വാർത്ത പറയാനുണ്ട്. ഞാൻ അറിഞ്ഞു സ്വാമി. ആ വീഡിയോ ഞാൻ കണ്ടു. ഓ, അപ്പൊ തങ്കച്ചി സാറിന് അയച്ചു തന്നു അല്ലേ? എനിക്കല്ല, അക്ഷരയ്ക്ക്. അവരെന്ത് പണിയായി കാണിച്ചത്? അക്ഷര മേഡത്തിന് അയച്ചു കൊടുക്കാൻ പാടോ? മേഡത്തിന്റെ ചങ്ക് തകർന്നു പോവില്ലേ? അത് നമുക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പേടിച്ചതാ സ്വാമി. ആകെ നാണക്കേടായി. ആ വീഡിയോ വന്നതാണ് പ്രശ്നമായത്. ഇപ്പൊ പിന്നെ അങ്ങനെയാണല്ലോ സാറേ, എല്ലാം വീഡിയോയിൽ എടുക്കാലോ. തങ്കച്ചിയാണെങ്കിൽ ഇത് പരമാവധി പ്രചരിപ്പിക്കും ചെയ്യും. എന്താ സാറേ ഇനി ചെയ്യേണ്ടത്? ഞാൻ തങ്കച്ചിനെ പോയി കാണണം. എന്തിന്? വീഡിയോ വേറൊരാൾക്കും അയച്ചു കൊടുക്കരുതെന്ന് പറയാൻ. ഇപ്പൊ തന്നെ അത് എത്തേണ്ടവരുടെ കൈകളിൽ എത്തിയിട്ടുണ്ടാവും സ്വാമി. അപ്പൊ പിന്നെ എന്ത് ചെയ്യും സാറ്? നിരഞ്ജൻ സാറിന് പക്ഷേ ഇതൊന്നും പ്രശ്നമില്ലായിരിക്കും. ആകെ മുങ്ങിയ പിന്നെ കുളിരില്ലല്ലോ. അതേപോലെ അല്ലല്ലോ നമ്മളുടെ കാര്യം. താൻ എന്തായാലും ഒരു കാര്യം ചെയ്യും, വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. ഇനി എന്ത് വേണമെന്ന് ഇവിടെ വന്നിട്ട് ആലോചിക്കാം. വെറുതെ ഫോണിൽ കൂടി സംസാരിച്ച് സമയം കളയണ്ട. ഞാൻ ഇതാന്ന് പറയുമ്പോഴേക്ക് എത്തി സാർ. അല്ലെങ്കിലും സാർ ആവശ്യപ്പെട്ടില്ലെങ്കിലും ഞാൻ വന്നേനെ. ഇതുപോലുള്ള സമയത്താണല്ലോ എന്നെ പോലുള്ളവരുടെ സഹായം വേണ്ടത്. ഞാനിപ്പോൾ തന്നെ വരാം. നിരഞ്ജനുമായിട്ട് എങ്ങനെയാ ഇപ്പോ? പഴയ അടുപ്പുണ്ടോ അതോ? ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം സീസണിലൊന്നും അല്ല. ഓ, ഏതെങ്കിലും കുറച്ചു കാലത്തേക്ക് മാത്രമായിട്ടുള്ളതുമല്ല. അത് മരണം വരെ ഉള്ളതാ. ആത്മബന്ധുവാ, ഹൃദയബന്ധം. അല്ല, അയാൾ എങ്ങനെയാ കക്ഷി? അതായത് ഈ സ്വഭാവമൊക്കെ? പവൻ മാർക്കാ. എന്താ? ഓ, എന്നാ പിന്നെ ഇപ്പൊ കണ്ട വീഡിയോ വല്ല ഫേക്കും ആയിരിക്കും. ആരെങ്കിലും പടച്ചു വിട്ടതേ. വീഡിയോയോ? അതെ, കാണണോ? പവന്മാർക്ക് സ്വഭാവമുള്ള സിദ്ധോട്ടന്റെ ആത്മമിത്രത്തെ കാമുകിക്കൊപ്പം ഒരു വീട്ടിൽ നിന്ന് ആളുകൾ പിടിക്കുന്നു. ഏയ് ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനൊന്നും സംഭവിക്കുകയില്ല. അങ്ങനൊരു വീഡിയോ ഉണ്ടെങ്കിലേ അത് കൃത്രിമമായി ഉണ്ടാക്കിയതായിരിക്കും. ആ, ചെലപ്പോ ആയിരിക്കും. എന്തായാലും ആത്മമിത്രം ഒന്ന് കണ്ടു നോക്ക്. വീഡിയോ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ അറിയല്ലോ. എന്താ? ഇല്ല, ഞാനിത് വിശ്വസിക്കത്തില്ല. നിരഞ്ജൻ ഡോക്ടർ ഒരിക്കലും ഇങ്ങനെ ചെയ്യൊന്നുമില്ല. ഇതിലെന്തോ ചതിയുണ്ട്. എന്ത് ചതി? ഒരു ചതിയില്ല. ഈ വീഡിയോ ഫേക്കും അല്ല. കൂടെയുള്ള പെണ്ണിന്റെ പേര് ഡോക്ടർ മാലിനി. പഴയ കോളേജ് മേറ്റ്. വർഷങ്ങൾക്ക് ശേഷം കണ്ടു, പരിചയം പുതുക്കി. ആ ബന്ധം ഇവിടെ വരെ എത്തി. ഇപ്പൊ മനസ്സിലായല്ലോ കൂടെ കൊണ്ടു നടക്കുന്നവരാരും ശരിയല്ലെന്ന്. ഇന്ന് നിരഞ്ജൻ, നാളെ ദേവിക. ഇനി അടുത്ത ഊഴം ദേവികയുടേതാ. എന്തേ ഒന്നും മിണ്ടാത്തത്? സമയം കിട്ടുമ്പോഴൊക്കെ കൂട്ടുകാരനെ വാഴ്ത്തി പാടാറുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഒരുത്തനെയാ പുകഴ്ത്തിക്കൊണ്ടിരുന്നേന്ന് ഓർത്തില്ലല്ലേ? ഇതൊരു തുടക്കമാ സിദ്ധോട്ട. വലിയവരെന്ന് സിദ്ധോട്ടൻ കരുതുന്നവരെല്ലാം വേറും കരിങ്കല്ലുകളായിരുന്നുവെന്ന് അധികം വൈകാതെ സിദ്ധോട്ടിന് മനസ്സിലാവും. അപ്പൊ പിന്നെ എന്നെ പോലുള്ളവരുടെ വലിപ്പം സിദ്ധോട്ടിന് തിരിച്ചറിയാനും പറ്റും. നിരഞ്ജൻ എന്തായാലും പെട്ടു. ഇനി ഈ നാണക്കേടിന്ന് രക്ഷപ്പെടാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും സാധിക്കില്ല.